കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാനെതിരെ ഗുരുതര ആരോപണവുമായി ഒരു സംഘം പ്രവാസികൾ രംഗത്ത്. ഷാനിമോൾ ഉസ്മാൻ ബംഗളൂരുവിൽ ഫ്ളാറ്റ് തട്ടിപ്പ് നടത്തി. മരുമകന്റെ പേരിലാണ് തട്ടിപ്പ് നടത്തിയത്. പരാതി നൽകിയിട്ടും കെ.സി. വേണുഗോപാലോ വി.ഡി. സതീശനോ നടപടിയെടുത്തില്ലെന്നും പരാതിക്കാർ പറഞ്ഞു. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവും നിലവിലെ രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായിട്ടുള്ള ഷാനിമോൾ ഉസ്മാനെതിരെയുള്ള ഗുരുതരമായ ആരോപണമാണ് ഒരു സംഘം പ്രവാസികൾ അല്പം മുമ്പ് വാർത്താ സമ്മേളനത്തിലൂടെ നടത്തിയത്. ആ ആരോപണത്തിൻ്റെ ഗൗരവം കൊണ്ട് തന്നെ അവരോട് നേരിട്ട് ചോദിക്കാം. ലക്ഷങ്ങളുടെ കോടികളുടെ ഭൂമി തട്ടിപ്പ്, ഫ്ലാറ്റ് തട്ടിപ്പാണ് കർണാടകയിൽ നടന്നത്. അതിൽ ഇരകളായിട്ടുള്ള പ്രവാസികളാണ് ഇവിടെ ഉള്ളത്. 215ഓളം ഫ്ലാറ്റ് സമുച്ചയമാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് 20 ഫ്ലാറ്റുകൾ ഷാനിമോൾ ഉസ്മാൻ്റെ മരുമകൻ എടുക്കുന്നു, അവരുടെ പേരിൽ എഗ്രിമെൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഫ്ലാറ്റ് മുഴുവൻ അവർ കൈയടക്കുന്നു. അതിനുശേഷം കർണാടക സർക്കാരിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ പിന്തുണയോടുകൂടി ഈ ഫ്ലാറ്റിൻ്റെ യഥാർത്ഥ ഉടമകളെ പൂർണ്ണമായി അവിടെ നിന്ന് ഗുണ്ടായിസ് ഉപയോഗിച്ച് ഇറക്കി വിട്ടു എന്നതാണ്. അതിൽ ഗൗരവതരമായ കാര്യം, ഇവർക്ക് ഈ ഭൂമിയും ഫ്ലാറ്റും നഷ്ടപ്പെട്ടു പോയി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ ACC സെക്രട്ടറിയും നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായിട്ടുള്ള ഷാനിമോൾ ഉസ്മാനെതിരെയാണ് ഇവർ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഉന്നയിച്ച കാര്യം, ഒന്ന്, നിങ്ങൾക്ക് ഫ്ലാറ്റുകൾ നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ നിരവധി പ്രവാസികൾ അവരുടെ നിക്ഷേപമാണ് ഇതിനകത്ത് ഉപയോഗിച്ചത്. അതിൽ 20 അപ്പാർട്ട്മെൻറ്റുകൾ എടുക്കാൻ വന്ന ഒരാൾ അതിൻ്റെ അവകാശിയായി മാറുന്നു. നിങ്ങളെല്ലാം അവിടെ നിന്ന് ഇറക്കി വിടുന്നു. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. നിയമപരമായും പോലീസിൽ നിന്ന് ഒരു തരത്തിലുള്ള സഹായവും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഇപ്പോൾ കേരളത്തിലെത്തി മുഖ്യമന്ത്രിക്ക് നിങ്ങൾ പരാതി നൽകിയെന്നാണ് അറിയുന്നത്. ഇനിയുള്ള നടപടികളാണ് എന്താണ് സംഭവിച്ചത്? ഞാൻ ഈ പ്രവാസികളുടെ ലീഗൽ അഡ്വൈസറാണ്. അപ്പോൾ ആ നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം നിരന്തരമായിട്ട് ഈ വിഷയങ്ങൾ അവിടെ ഈ പ്രവാസികൾ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി. 2022 മുതലാണ് ഇവരത് ഒക്യുപ്പൈ ചെയ്യുന്നത്. ഒരു 20 അപ്പാർട്ട്മെൻറ്റാണ് അവർ ആദ്യം ഒക്യുപ്പൈ ചെയ്യുന്നത്. ബാക്കി ഒരു 135, അതിൻ്റെ കാര്യം നമ്മളൊരു റെൻറ്റ് ആദ്യം ഒരു വാടക കരാറിന് വരുന്നു. അത് 20 അപ്പാർട്ട്മെൻറ്റ് ഷാനിമോൾ ഉസ്മാൻ്റെ മരുമകൻ്റെ പേരിലാണ് എഗ്രിമെൻറ്റ്. പേരിൽ അവർ എടുക്കുന്നു 20 അപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ അതിൻ്റെ മറവിൽ ബാക്കിയുള്ള അപ്പാർട്ട്മെൻറ്റുകളുടെ സ്വന്തമാക്കുക. NREs ആരും സ്ഥലത്തില്ല, ഓണറും കുറച്ചാൾ സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ മറവിൽ നമ്മളൊരു വിശ്വാസപൂർവ്വം ഏൽപ്പിച്ചൊരു കാര്യത്തിൻ്റെ മറവിൽ അവർ ബാക്കിയുള്ള അപ്പാർട്ട്മെൻറ്റുകൾ സ്വന്തമാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കാര്യം. കാരണം അത് ഇന്നത്തെ വില അനുസരിച്ച് ഒരു 100 കോടി രൂപയ്ക്ക് മേളിൽ അതിന് വിലയുണ്ട്. 100 കോടി രൂപ വിലയുള്ള ഈ അപ്പാർട്ട്മെൻറ്റ് വെറും എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് റെൻറ്റ് പോലും തന്നിട്ടില്ലെന്നുള്ളതാണ്. അതായത് ഈ അഡ്വാൻസ് ഇല്ല, നത്തിങ്. അതായത് 100 കോടി രൂപയുടെ സ്വത്ത് അവരടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. മനസ്സിലായി? അതാണ് അതിനകത്തിലെ ഞങ്ങളുടെ പോയിന്റ്. അതെന്ന് പറഞ്ഞാൽ അതിൽ ഞങ്ങൾ എഫക്റ്റഡ് പാർട്ടീസ് എന്ന് പറയുന്നത് NREs ആണ് ബഹുഭൂരിപക്ഷം. അവരെല്ലാം വൃദ്ധരും അവരെ പരസഹായമില്ലാതെ മറ്റു കാര്യം ചെയ്യാൻ കഴിയാത്തവരുമാണ്. അവർക്കെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരെ ഗുണ്ടകളെ വിറ്റ് ഭീഷണിപ്പെടുത്തുക, പോലീസിനെ വിട്ട് അവരെ അറസ്റ്റ് ചെയ്യിക്കുക, കൊല്ലുമെന്ന് പറയുക. നിങ്ങൾ നോക്കിയാൽ ഇവരോടൊക്കെ പ്രായമുള്ളവരെ ഇവരോട് ചെന്ന് കൊല്ലുമെന്ന് പറയുക, ഇവർ നാളെ പോവുമോ? മനസ്സിലായി? അതുകൊണ്ട് വളരെ എന്താ പറയുക, വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഒരു കോൺഗ്രസ് MLAയും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിനകത്ത് ഞങ്ങളൊരു രാഷ്ട്രീയമായിട്ടുള്ള കാര്യമല്ല ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഇക്കാര്യത്തിൽ. നമുക്ക് എല്ലാ പാർട്ടിക്കാരും നമ്മുടെ ഇതിനകത്തുണ്ട്. കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അപ്പം നമുക്ക് പാർട്ടി എന്നുള്ളതല്ല, നമുക്ക് ഇതിൻ്റെ ഒരു നീതി ഈ പാവപ്പെട്ടവർക്ക് കിട്ടണമെന്നുള്ളതാണ്. അതിന് ഈ കേരള കാരണം കർണാടകത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവരുടെ സ്വാധീനം, അത് ഏത് സ്വാധീനമാണെന്ന് എനിക്കറിയത്തില്ല. കാരണം അവർക്ക് അവിടെ ചില ഫോക്കസുകളുണ്ട്. ഇതിപ്പോൾ കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ നേതൃത്വം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. അവർക്ക് ചില ആളുകളുണ്ട്, ചില കോക്കസ് ഉണ്ട് അവിടെ, അറിയാമല്ലോ. ആ കോക്കസ് ഉപയോഗിച്ച് ആരൊക്കെയോ അവരെ സഹായിക്കുന്നുണ്ട് അവിടെ. അതിനെല്ലാ കോൺഗ്രസ് നേതാക്കന്മാരെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നുമില്ല. അതുകൂടെ ഞങ്ങൾക്ക് പറയാം. ഇപ്പോൾ നിലവിൽ കെ.സി. വേണുഗോപാലിന് പരാതി നൽകിയെന്ന് പറയുന്നു. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് പരാതി നൽകി. രാഹുൽ ഗാന്ധിക്ക് അടക്കം നിങ്ങൾ പരാതി നൽകിയെന്നാണ് പറയുന്നത്. കേരളത്തിൽ വന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഇനി അടുത്ത ഫീച്ചർ തുടർന്ന് ഈ കാര്യത്തിൽ നീതി തേടി എന്താണ് അടുത്ത നിങ്ങളുടെ പ്ലാൻ? ഞങ്ങൾ ഇനിയിപ്പം ഈ പരാതികൾ ഞങ്ങൾ ഫോർമലായിട്ട് അവർക്ക് അയച്ചതേ ഉള്ളൂ. ഞങ്ങളത് ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. അത് അവരെ നമുക്ക് കുറ്റപ്പെടുത്താനൊക്കത്തില്ല. കാരണം അവർക്ക് ഇനിയിപ്പോൾ നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു. ഇതിപ്പോൾ ഒരു മാസമായിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു നിയമ നടപടിക്കുള്ള ഒരു പേപ്പർ കിട്ടിയിരിക്കുക. ഇനിയിപ്പോൾ ഞങ്ങൾക്കൊന്നും നോക്കാനില്ല. ഇനിയിപ്പോൾ അത് ഒഴിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനുള്ളൊരു ശ്രമമായിട്ടാണ്. കാരണം ഇതൊരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർഷങ്ങൾ നീണ്ടുപോകും. അതാണ് ഷാനിമോളും ആഗ്രഹിക്കുന്നത്. നിയമപ്രശ്നമായി കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇന്ത്യയിലെ കോടതി സ്വത്ത് അതാണ് അതിൻ്റെ പോയിന്റ്.
അവർ വർഷങ്ങളോളം അവരുടെ കൈവശം ഇരിക്കും. അവർക്ക് നിങ്ങൾ പോയി നോക്കിക്കാണാം, അവർക്ക് അവിടെ റെൻറ്റ് കിട്ടിക്കൊണ്ട് അവർക്ക് അവിടെ വാടകയ്ക്ക് വലിയ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്, ആളുകൾ വരുന്നുണ്ട്. വലിയ നല്ല ബിസിനസ്സാണ്, ഫ്ലറിഷിങ് ബിസിനസ്സാണ് ഹോട്ടൽ ബിസിനസ്. അവർക്ക് കോടികളുടെ സമ്പാദ്യം അല്ലെങ്കിൽ ഇതിനോട് കൊണ്ട് അവരുടെ മരുമകന് ഉണ്ടായി കാണും. മനസ്സിലായോ? അതെല്ലാവരും എടുത്തോട്ട്. പക്ഷേ സാർ ഒരു സംശയം, ഈ കാര്യത്തിൽ ഈ എഗ്രിമെൻ്റ് നമ്മൾ നോക്കിയതാണ്. ഈ എഗ്രിമെൻറ്റിനകത്ത് ഈ ഷാനിമോൾ ഉസ്മാൻ്റെ മരുമകനാണ് ഈ എഗ്രിമെൻറ്റിനകത്ത് വരുന്നത്. അപ്പം നിങ്ങളും ഷാനിമോൾ ഉസ്മാനുമായിട്ടാണ് ഇത് തമ്മിലുള്ള ബന്ധവും ക്രയവിക്രയവും ഒപ്പം തന്നെ പണം ഇടപാടും പലതരത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അത് സംബന്ധിച്ചിപ്പോൾ അവരൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്. അടുത്ത ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം അവർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് നമ്മൾ പുറത്ത് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കും, എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ വാട്സപ്പ് ചാറ്റോ നിങ്ങൾ ഫോൺ സംഭാഷണം എന്തെങ്കിലും നിങ്ങളുടെ കൈവശമുണ്ട്? അതെല്ലാം ഉണ്ട്. ഇത് ഞങ്ങൾ അന്ന് ആദ്യ സമയത്ത് ഇവരുമായിട്ട് ഈ ജോസഫ് ചാക്കോയെ കോൺടാക്ട് ചെയ്ത ടെലിഫോണുകളും വാട്സപ്പ് ചാറ്റുകളും എല്ലാം ഉണ്ട്. പിന്നെ ഒരു കാര്യം നമുക്കൊരു യുക്തിപരമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും. ഈ ഷഹനാസ് എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് എന്തായാലും ഞാൻ എന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയിട്ടാണ് ഞാൻ വേണമെങ്കിൽ ടവർ വെച്ച് നോക്കാം. ഞാൻ അവരുടെ വീട്ടിൽ പോയി, അവർ ആ സമയത്താണ് എന്നെ ലൂർ ചെയ്ത് ഇന്നമാതിരി ഇത് യു മസ്റ്റ് എനിക്ക് തന്നേ പറ്റുള്ളൂ, യു മസ്റ്റ് ഡു ഇറ്റ്, എൻ്റെ മരുമോന് ജോലിയില്ല, അതിൽ അൺഎംപ്ലോയിഡ് ആണ്, അത് ഇതൊക്കെ പറഞ്ഞ് അത് എല്ലാ പ്രൂഫുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണെങ്കിൽ എല്ലാ പ്രൂഫുണ്ട്. ആ ഫ്ലാറ്റിൽ തന്നെ 80 ഫ്ലാറ്റുകൾ സ്വന്തമായിട്ടുള്ള ഒരു ഇൻവെസ്റ്ററാണ് താങ്കളാണ് അതിൻ്റെ ഫസ്റ്റ് ടൈം ബാംഗ്ലൂരിൽ ഈ ഒരു സർവീസ് ഡെപ്പാർട്ട്മെൻറ്റ് കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് 2004. അപ്പോൾ ആദ്യം ഞാനൊന്ന് വേറൊന്ന് കെട്ടി, അത് ഇറ്റ് വാസ് റണ്ണിങ് വെൽ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ആരംഭിക്കുക. 215 വലിയൊരു ഇതിലായിട്ട് തുടങ്ങി. അതിൽ നിങ്ങളുടെ ഈ 80 ഫ്ലാറ്റുകളിലാണ് 20 കൊടുത്ത് ഞാൻ പരസ്പരമുള്ള എഗ്രിമെന്റ് ആയിരുന്നു ആദ്യം. ഷാലിമോൾ പറഞ്ഞിട്ടാണ് ഇത് എനിക്ക് അല്ലെങ്കിൽ ടാക്സിൻ്റെയും അത് പല പ്രോബ്ലംസ് വരും. ബിക്കോസ് ഈ ഞാൻ ഇതിൻ്റെ അകത്ത് ഷാനിമോൾ ഉസ്മാൻ ആദ്യം ഈ എഗ്രിമെന്റ് വയ്ക്കുമ്പോൾ മരുമകൻ്റെ പേര് എന്തുകൊണ്ടാണ് പറയുന്നത്? മരുമോൻ്റെ ആവുമ്പോൾ ഷീസ് അപ്പം ഞാൻ പറഞ്ഞു മരുമോൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ മരുമോൻ ആരാന്ന്. അപ്പോൾ ഷാലിമോൾ പറഞ്ഞു എൻ്റെ മരുമോൻ എൻ്റെ മോളുടെ ഭർത്താവാണ്, സോ യു ഡു ഇറ്റ് എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വിചാരിച്ചു മോളുടെ ഭർത്താവ്. പിന്നെ ഞാൻ ഷാലിമോളോട് പലപ്പോഴും പറഞ്ഞു, ഷാലിമോളെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, പിന്നെ ട്രസ്റ്റ് ആയിരുന്നു, വിശ്വാസത്തെ ഒരു പരമാവധി മുതലുണ്ട്. വിശ്വാസ വഞ്ചനയാണ് ആക്ച്വലി ചെയ്തത്. ഞാൻ ഇവരോടൊക്കെ സമാധാനം പറയാൻ പോകണം. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട്, അതിൻ്റെ നെസസറി ഇല്ലായിരുന്നു. ഓൾറെഡി ഞാൻ ഈ ലാൻഡ് മാഫിയയുടെ പ്രോബ്ലത്തിൽ വന്നതാണ്. 10-15 കൊല്ലം ഞാൻ ഈ ലാൻഡ് മാഫിയയുടെ ബാംഗ്ലൂരിൽ ഫൈറ്റ് ചെയ്താൽ ഇവരൊക്കെ സ്ഥലങ്ങൾ പോയി. ഇവരൊന്നും അവരുടെ സ്ഥലങ്ങൾ, ഞാൻ വിറ്റ സ്ഥലങ്ങളൊന്നും അവർ ടേക്ക് കെയർ ചെയ്തിട്ടില്ല. ഞാനായിരുന്നു അത് മുഴുവൻ നോക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ട് എന്നെ ഇവർ ഈ സാർ ഒരു കാര്യം, ഇത്രയും വർഷത്തെ ബന്ധത്തിൽ പലതരത്തിലുള്ള ഫേവറുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഷാനിമോൾ ഉസ്മാൻ. അവർ തിരഞ്ഞെടുപ്പ് മത്സരിപ്പോൾ ഫണ്ട് നൽകിയിട്ടുണ്ട്, അവർക്ക് വാഹനം, ആധുനിക സംവിധാനമുള്ള വാഹനം എന്തോ എടുത്തു കൊടുത്തു. അതൊക്കെ എപ്പോഴാണ് നടക്കുന്നത്? ഇതൊക്കെ ഒരു 2013-14 ആ സമയത്താണ് വാഹനം എടുത്തു കൊടുത്തു. പിന്നെ എന്താ ഇന്നോവ എന്ന് പറഞ്ഞൊരു വണ്ടി, അതൊക്കെ കൊടുത്തു. പിന്നെ 2014 കണ്ടത് അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും അത് എല്ലാവരും കൊടുക്കണ മാതിരി തന്നെ ഞാനും കൊടുത്തിട്ടുണ്ട് എവരിത്തിങ്. പക്ഷേ നല്ലൊരു എമൗണ്ട് കൊടുക്കും. ഞങ്ങൾ ഈ റിയൽ എസ്റ്റേറ്റ് ലാൻഡ് ഡെവലപ്പേഴ്സും ബിൽഡേഴ്സുമാണ് ഞങ്ങൾ. നിയമപരമായും മറ്റു തരത്തിൽ രാഷ്ട്രീയപരമായ പിന്തുണ അവർക്ക് ACC-യിലൊക്കെ ബന്ധമുള്ളത് കൊണ്ട് തന്നെ ലഭിക്കുമെന്നൊരു പ്രതീക്ഷ. ആ ഒരു സാധാരണ ബിക്കോസ് ആ പോസ്റ്റ് ഉണ്ട്. പിന്നെ എന്നോട് എന്നോട് പറയണ രാഹുൽ ഗാന്ധി ഡയറക്റ്റ്ലി എന്നെ വിളിച്ചുകൊണ്ടിരിക്കാൻ എല്ലാം. അപ്പം ഞാനും കേട്ടിട്ടുണ്ട്, എന്നോട് പറഞ്ഞ ലൗഡ് സ്പീക്കർ ഈസ് ഡയറക്റ്റ്ലി. അപ്പം വി ആർ ഇംപ്രസ്ഡ്. ഞാനൊരു ബിസിനസ്മാനാണ്, ചെറിയൊരു ബിസിനസ്മാനാണ്. നിങ്ങളെ സമീപിക്കുമ്പോൾ തന്നെ ഈ ഭൂമിയിലും ഫ്ലാറ്റിലും കണ്ടോണ്ടായിരിക്കും, അത് ബോധപൂർവ്വം പ്ലാൻ 100% അത് ഞാനിപ്പോഴാണ് മനസ്സിലാവണം. ദറ്റ് ഐ ഹാവ് ബീൻ ചീറ്റഡ്. ഐ വാസ് ചീറ്റഡ്, കംപ്ലീറ്റ്ലി ചീറ്റഡ്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഒരു ബിസിനസ്സൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്ത് ഐ മേഡ് പല ലേഔട്ട്സ് ഉണ്ടാക്കി. എല്ലാം ഞാൻ മിക്കവാറും NREs-നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ ഇവരോട് സമാധാനം പറയണം, അകത്ത് കയറാൻ പറ്റില്ല എന്ന് പറയുന്നത്. കുറേ പേര് ഫെഡപ്പായിട്ട് അവരങ്ങോട്ട് വിറ്റു. ഈ 3 കൊല്ലം കഴിഞ്ഞ് ഫെഡപ്പായിട്ട് അവരങ്ങോട്ട് ചീപ്പ് റേറ്റിന് അങ്ങോട്ട് കൊടുത്തു. പിന്നെ അതും നോക്കുമ്പോൾ ആ ബയറിനെ കൊണ്ടുവന്ന് ബയർ പറയണ എനിക്കതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല, ഐ എം ബി ചീറ്റഡ് ബൈ ഞാൻ ചീറ്റ് ചെയ്ത മാതിരി ബയർ പറയണം. ബിക്കോസ് ഞാൻ വിചാരിച്ചില്ല ഇത്രയും സ്ട്രോങ് ആയിട്ട്. എന്നിട്ട് വൈറസ് ഇഞ്ചക്ഷൻ ഓർഡർ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് അതിൻ്റെ അകത്ത് കയറുന്നുണ്ട് ബയർ ഒരു തമിഴന്മാരാണ്. അവർ കയറാൻ നോക്കുമ്പോൾ അവരെയും സമ്മതിക്കണില്ല. ഇഞ്ചക്ഷൻ ഓർഡർ എടുത്ത് അവനെ പിടിച്ച് മാൻ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ അവർ നാച്ചുറലായിട്ട് കോടിക്കണക്കിന് കുറച്ച് ഫ്ലാറ്റുകൾ മേടിച്ചിട്ടും അവർ ഞാനാണ് ഡയറക്റ്റ്ലി ടാർഗറ്റ്. തീർച്ചയായും അതിൽ കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത പ്രവാസികളാണ്. അത് പലതരത്തിൽ ഈ നേരത്തെ തന്നെ പറഞ്ഞതാണ്,
ഈ വലിയ തരത്തിൽ മണലാരണ്യത്തിൽ ജോലി ചെയ്ത് പ്രവാസികളായിട്ടുള്ളവർ അവരുടെ ഒരു പണം വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്തു. അത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ആ ഒരു ഗുണ്ടായുസ് ഉപയോഗിക്കുന്നു. പോലീസിനെ പൂർണ്ണമായി അവർ കൈവശപ്പെടുത്തുന്നു. അവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത പ്രവാസികളാണ്. അവർക്കെല്ലാം അവിടെ ഫ്ലാറ്റുകളുണ്ട്. 80 ഫ്ലാറ്റ് ഉണ്ടായിരുന്ന ഇൻവെസ്റ്ററാണ് ആദ്യം പറഞ്ഞത്. ഒപ്പം തന്നെ നിയമസഹായം അവർക്ക് നൽകുന്നയാളാണ് പറഞ്ഞത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഇക്കാര്യങ്ങളിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന ലീഡർഷിപ്പ് മറുപടി പറയണം, ദേശീയ നേതൃത്വം മറുപടി പറയണം. ഷാനിമോൾ ഉസ്മാനെ പോലെ ഒരാൾ ദേശീയ നേതൃത്വത്തിൽ നിന്ന് പ്രവർത്തിച്ചതാണ്. അവർ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളുടെ പേര് പോലും ദുരുപയോഗം ചെയ്തിട്ടുണ്ട്, അവരോട് പറഞ്ഞിട്ടുണ്ട്, ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയാണ് ഷാനിമോൾ ഉസ്മാൻ. അവരിപ്പോൾ ഇവരെല്ലാം ഈ നീതി തേടി സംസ്ഥാനത്ത് വന്നത് അവിടെ നിന്ന് കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. അവിടെ അവരുടെ രാഷ്ട്രീയ ബന്ധങ്ങളെല്ലാം ഉപയോഗിക്കുന്നു, പോലീസിൻ്റെ ബന്ധം ഉപയോഗിക്കുന്നു. ഒരു തരത്തിൽ നീതി കിട്ടുന്നില്ല. അതുകൊണ്ട് ഇനി കാത്തിരിക്കാൻ കഴിയില്ല. ക്ഷമയുടെ നെല്ലിപ്പടിക കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഷാനിമോൾ ഉസ്മാൻ്റെ ആലപ്പുഴയിലെ വീട്ടിലേക്ക് മാർച്ച് ചെയ്ത് ധർണയിരിക്കുമെന്നാണ് അവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. വളരെ ഗൗരവതരമായ കാര്യമാണ്. വസ്തുതകൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ഒരു കാര്യം ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് മറുപടി പറയേണ്ടതുണ്ട്. ക്യാമറാമാൻ ആശ്രയ്ക്കൊപ്പം നിർവൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഈ വിഷയത്തിലെ കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി നിർവൻ ചക്രവർത്തി തന്നെ ചേരുന്നുണ്ട്. നിർവൻ, ഒരുപക്ഷെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ തരത്തിലുള്ളൊരു തട്ടിപ്പ്, അതിൻ്റെ ആ പല കോണുകളിൽ നിന്ന് പരിശോധിച്ച്, ഒന്ന് ഷാനിമോൾ ഉസ്മാൻ, കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ്; രണ്ടാമത് ഈ തട്ടിപ്പ് നടക്കുന്നത് കർണാടക കേന്ദ്രീകരിച്ച്; മൂന്നാമത്തെ വിഷയം ഷാനിമോൾ ഉസ്മാന് വ്യക്തിപരമായി പരിചയമുള്ള, ആ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം വാഹനമടക്കം നൽകി പണമടക്കം നൽകി സഹായിച്ചിട്ടുള്ള ആളുകളെയാണ് പറ്റിച്ചത് എന്നുള്ളതാണ്. ഇത് വളരെ കൃത്യമായ, ഒരുപക്ഷെ ഈ മരുമകൻ എന്ന് പറയുന്നത് ഷാനിമോൾ ഉസ്മാൻ്റെ മരുമകൻ്റെ പേരിലാണ് തട്ടിപ്പ് നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരേ സമയം തന്നെ കർണാടകത്തിൽ ഭരിക്കുന്ന കോൺഗ്രസ് ആണ്, അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, അതിന് നേരത്തെ നിർഭൻ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പേരടക്കം ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ വലിയൊരു തട്ടിപ്പ്, കൃത്യമായ ഒരു ആസൂത്രണം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. വർഷങ്ങളായി അറിയാവുന്നവരാണ് ഈ തട്ടിപ്പ് ഇനി ഇരയായത്. എന്താണ് ശരിക്കും നടന്നത് ഇതുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും ഈ പ്രവാസികളെല്ലാം പറയുന്നതനുസരിച്ചാണെങ്കിൽ വളരെ ഗൗരവപരമായ തട്ടിപ്പാണ്. ഒപ്പം തന്നെ സിജു, ഈ വ്യക്തമായ രേഖകൾ എൻ്റെ കൈവശമുള്ളത് ആ പ്രവാസി സഹോദരങ്ങൾ നൽകിയ രേഖകളാണ്. അതിൻ്റെ അവർ ഈ പണം കൈമാറിയുമായി ബന്ധപ്പെട്ട പാർട്ണർഷിപ്പ് ഡീഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാ നേതാക്കൾക്കും, അതായത് രാഹുൽ ഗാന്ധി, ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ, കേരളത്തിലെ KPCC പ്രസിഡന്റ്, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള എല്ലാ നേതാക്കൾക്കും നൽകിയിട്ടുള്ള, ജോസഫ് ചാക്കോ നൽകിയിട്ടുള്ള പരാതി, ഒപ്പം തന്നെ കോടതിയുടെ ഉത്തരവിൽ കോടതിയിൽ നടത്തിയിട്ടുള്ള വ്യവഹാര നടപടികൾ അടക്കം എല്ലാ രേഖകളും ഇവർ തമ്മിൽ ഷാനിമോൾ ഉസ്മാൻ്റെ മരുമകനായിട്ടുള്ള ആളുമായി നൽകിയിട്ടുള്ള, ഷഹനാസ് ഷാജഹാനുമായി നടത്തിയിട്ടുള്ള ആ പാർട്ണർഷിപ്പ് ഡീഡ്, അവരുടെ എഗ്രിമെൻറ്റ്, കരാറ്, ഇത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് ഈ പറഞ്ഞ പ്രവാസികളായിട്ടുള്ള ഈ പണം നിക്ഷേപിച്ചിട്ടുള്ള എല്ലാവരും ചേർന്നിട്ട് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തിയത്. അത് കോൺഗ്രസിൻ്റെ നേതാവായതുകൊണ്ടും പ്രത്യേകിച്ച് കോൺഗ്രസിന് പരിക്കേൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വലതുപക്ഷ മാധ്യമങ്ങളൊന്നും ഇതുവരെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് കാര്യം ഖേദകരമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള നിയമ നടപടികളുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും റിപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതിന് മറ്റൊരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. നിർഭൻ, നിലവിൽ എത്ര പേരുണ്ട് പരാതിക്കാരെന്ന് പറഞ്ഞാൽ? എത്ര പേരുണ്ട്? എല്ലാവരും പ്രവാസികൾ തന്നെയാണോ? നിലവിൽ എത്ര കോടി? നേരത്തെ കണക്കുകൾ അവർ പറയുന്നത് അറൗണ്ട് 100 കോടിക്ക് അടുത്തുള്ള തട്ടിപ്പ് നടന്നിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ അവർ പറയുന്നത് കേട്ടു, ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ കരാറിൻ്റെ അതിൻ്റെ വാടക പൈസ പോലും കൊടുത്തിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ. എന്താണ് ശരിക്കും, എത്ര പേരാണ് ഈ പരാതിക്കാരുള്ള, എത്ര രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്? ഈ പറയുന്ന ഷാനിമോൾ അവിടെ 20 അപ്പാർട്ട്മെൻറ്റ്, ഇതിനകത്ത് ആകെയുള്ള 215 അപ്പാർട്ട്മെൻറ്റിൽ, ആ ഫ്ലാറ്റ് സമുച്ചയത്തിൽ 20 അപ്പാർട്ട്മെൻറ്റാണ് ഷാനിമോൾ ഉസ്മാന് വേണ്ടി ഈ പറയുന്ന ജോസഫ് ചാക്കോയിൽ നിന്ന് അയാൾ കരാർ എഴുതിയത്. ആ കരാർ എഴുതുന്നത് 11 മാസത്തെ കരാറാണ്. ആ കരാറിലുള്ള എഗ്രിമെൻറ്റ് പാലിക്കുകയോ ആ വാടകയോ ഇതുവരെ ഷാനിമോൾ ഉസ്മാൻ്റെ മരുമകനോ നൽകിയിട്ടില്ല. അതിനുശേഷം അവിടുത്തെ മറ്റ് ഫ്ലാറ്റുകൾ കൂടി, അത് പ്രവാസികളായിട്ടുള്ള പലരും വിദേശത്താണ്, അവരവിടെ ഇൻവെസ്റ്റ് ചെയ്തതാണ്. ഈ ജോസഫ് ചാക്കോ വഴിയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അവർക്ക് ദൈനംദിനം ആ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ നിയമ നടപടിയുമായോ സഹകരിക്കാൻ, അത്ര കാര്യങ്ങൾ ദൈനംദിന കാര്യങ്ങൾ ഇടപെടാൻ കഴിയുമായിരുന്നില്ല ആ ഘട്ടത്തിൽ. ഇത് ഓരോരോ ഘട്ടമായി ആ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളിൽ ഓരോന്നോരോന്നായി അവർ കൈയടക്കുന്നു. ഇപ്പോൾ ഏകദേശം 100 കോടി രൂപ ആസ്തിയുള്ള ആ ഫ്ലാറ്റ് മുഴുവൻ ഇവരാണ് കൈവശപ്പെടുത്തി വച്ചിരിക്കുന്നത്. മറ്റാർക്കും അവിടെ പ്രവേശനമില്ല. മാത്രമല്ല, കോടതി ഉത്തരവ് വന്നപ്പോൾ അത് കീറിക്കളഞ്ഞ ശേഷം
ഷാനിമോൾ ഉസ്മാൻ തന്നെ പറഞ്ഞത് സർക്കാർ നമ്മുടെ കൈവശമുള്ളപ്പോൾ ഏത് കോടതി എന്ന് ചോദിച്ചു എന്നാണ്. ഒപ്പം തന്നെ പോലീസിനെ സമീപിക്കുമ്പോൾ ഒരു തരത്തിലുള്ള കേസും അവരെടുക്കുന്നില്ല. അവസാനം കോടതിയെ സമീപിച്ച് കേസെടുത്തപ്പോൾ തന്നെ അവർ തന്നെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് ഇവരെ പ്രതിയാക്കി, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൗണ്ടർ കേസായി FIRൽ ഇവരെ കൂടി ഈ പ്രവാസികളായിട്ടുള്ള ഈ 20 ഫ്ളാറ്റുകൾ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഷാനിമോളുടെ മരുമകനെ ഒഴിച്ചിട്ട് ബാക്കിയുള്ള മുഴുവൻ പേർക്കെതിരെ FIR. ശരി നിർഭൻ തുടരുക, കാര്യം മനസ്സിലാകുന്നു. നിർഭൻ തുടരുക. അതിലിപ്പോൾ ഏതായാലും CPM നേതാവ് AM ആരിഫ് മുൻ MP കൂടി നമുക്ക് പഞ്ചരിക്കാം. ശ്രീ ആരിഫ്, വളരെ ഗുരുതരമായ ആരോപണമാണിപ്പോൾ ഈ ഷാനിമോൾ ഉസ്മാനും കുടുംബത്തിനുമെതിരെ ഉയർന്നിരിക്കുന്നത്. കേട്ടിടത്തോളം വലിയ തട്ടിപ്പ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ അവരുടെ ഒത്താശയോടുകൂടി എല്ലാ അർത്ഥത്തിലും അവിടുത്തെ നിയമ സംവിധാനത്തെ കൂടി കയ്യിലെടുത്തുകൊണ്ട് നടത്തിയ തട്ടിപ്പെന്ന് പറയാൻ കഴിയുന്നുണ്ട്. എങ്ങനെ പ്രതികരിക്കുന്നു ഈ വിഷയത്തിൽ? തീർച്ചയായും വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഇതിലെ പരാതിക്കാർ പത്രസമ്മേളനം നടത്തി ഉന്നയിച്ചിരിക്കുന്നത്. അപ്പൊ അവർക്ക് അത്രത്തോളം പിന്നെ വലിയ തരത്തിലുള്ള ഗ്രീവൻസസ് ഉണ്ടായിട്ടാണല്ലോ അവർ പത്രസമ്മേളനം വരെ നടത്തി ഇത് ഈ ഗൗരവമായ പരാതി പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അതനുസരിച്ചുള്ള കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. അവര് ഇപ്പോ സംഭവത്തിന്റെ പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത്, സംഭവ സ്ഥലം എന്ന് പറയുന്നത് കർണാടകത്തിലാണ്. അവിടുത്തെ പോലീസാണ് അന്വേഷിക്കുന്നത്. പക്ഷെ അവിടുത്തെ പോലീസിന്റെയും ഗവൺമെന്റിന്റെയും പിന്തുണ തനിക്കുണ്ടെന്നും അവരുടെ സംരക്ഷണം തനിക്കുണ്ടെന്നുമാണ് ഇവരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തികച്ചും ഗൗരവമേറിയ ഒരു പ്രശ്നത്തിൽ നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അവരെ പ്രവാസികളായ എന്ന നിലയിലേക്ക് അവർക്ക് ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച നിയമപരമായ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. സംഭവ സ്ഥലം അവിടെ ആയതുകൊണ്ട് കേസ് എടുക്കേണ്ട ഉത്തരവാദിത്വം അവിടുത്തെ സർക്കാരിനാണ്. പക്ഷേ സാധ്യമാകുമെങ്കിൽ അവരിപ്പോ പത്രസമ്മേളനമൊക്കെ നടത്തി ഇവിടെ പ്രവാസികളായതുകൊണ്ടും മറ്റും അവർക്ക് അവരുടെ പ്രയാസം കണക്കിലെടുത്ത് ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെയും കേസ് എടുക്കേണ്ടതാണ്, അന്വേഷണം നടത്തേണ്ടതാണ്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നടപടി സ്വീകരിക്കേണ്ടതാണ്. ഇക്കാര്യത്തെ സംബന്ധിച്ച് അവർ യാതൊരു പ്രതികരണവും നടത്തിയിട്ടുമില്ല. അവരെ മൗനം പാലിക്കുന്ന എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ശ്രീ ആരിഫ്, ഒരുപക്ഷെ ഈ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പരാതിക്കാർ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ KC വേണുഗോപാലിന് അടക്കം പരാതി നൽകിയിട്ടുണ്ട്. അവർക്ക് വിവരം അറിയാം. പക്ഷേ അവർക്ക് അനുകൂലമാകുന്ന ഒരു നിലപാടും ഈ നേതാക്കൾ എടുത്തില്ല. അതാണ് ഈ പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. അല്ല, അതിപ്പോ നേരത്തെ വന്നിട്ടുള്ള പല കോൺഗ്രസിന്റെ നേതാക്കന്മാരും പരാതികൾ അവരുടെ സംസ്ഥാന നേതൃത്വത്തിന് കൊടുത്ത് കേന്ദ്ര നേതൃത്വത്തിനുമൊക്കെ കൊടുത്ത് അവര് കൈവശം വെച്ച് ഇവരെ സംരക്ഷിക്കുന്ന ഒരു നടപടി അവർ തുടർന്ന് വരികയാണ്. അവരെ സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ പരാതി വന്ന് കേസെടുത്ത് കഴിയുമ്പോൾ അവരുടെ കൈവശം ഇരിക്കുന്ന പരാതിയെക്കുറിച്ച് അവർ വിവരങ്ങൾ പറയും. അതുവരെ കിട്ടിയ പരാതികളെ കുറിച്ചൊന്നും അവർ മിണ്ടത്തില്ല. അപ്പൊ ഇവരെ എപ്പോഴും മാതൃക കാണിക്കുന്നു എന്ന് പറയുന്നത് ഗത്യന്തരമില്ലാതെ വരുന്ന സമയത്താണ് മാതൃക കാണിക്കുന്നത്. അത് അവരുടെ ഒരു പതിവ് ശൈലിയാണ്. അപ്പോ അവര് എപ്പോഴും അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കാൻ, കാര്യം ഇവരെ സംബന്ധിച്ച് ധാരാളം ഇപ്പോ ബഹുമാനപ്പെട്ട KC വേണുഗോപാലിനെ കുറിച്ചും അതുപോലെ കൊടിക്കുന്നിൽ സുരേഷിനെ കുറിച്ചും ഒക്കെ മറ്റു പരാതികൾ വന്നിരിക്കുകയാണല്ലോ. അതായത് സീറ്റ് ഹരിയാനയിൽ തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് 7 കോടി രൂപ വാങ്ങിച്ചതിന്റെ പരാതി നിൽക്കുമ്പോ പണ്ടാരണ്ട് പറഞ്ഞ പോലെയാണ് നമ്മൾ ഈ പരാതി കൊണ്ട് കുട്ടി മൂത്രമൊഴിക്കാൻ പോയതിന്റെ പരാതി പറയാൻ ഹെഡ്മാസ്റ്റർ എഴുതി വന്നപ്പോ ഹെഡ്മാസ്റ്റർ നടന്ന് മൂത്രമൊഴിക്കുന്നു എന്ന് പറഞ്ഞ് തമാശ പറയാറുണ്ട്. അതുപോലെ ആയിരിക്കും ഇവരെ കുറിച്ചുള്ള പരാതി കൊണ്ട് ഇവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ ശ്രീ ആരിഫ്, ഇതിനകത്ത് മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ ഈ വന്ന പ്രവാസികൾ നമ്മുടെ നിർവൻ ചക്രവർത്തിയോട് പറഞ്ഞത് അവർ പറഞ്ഞ പ്രതികരണത്തിലുണ്ട്. നേരത്തെ തന്നെ ഷാനിമോൾ ഉസ്മാന് വ്യക്തിപരമായ പരിചയമുള്ള ആളുകൾ തന്നെയുണ്ട്. ഷാനിമോൾ ഉസ്മാന്റെ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലൊക്കെ പണം ഉൾപ്പെടെ വാഹനം ഉൾപ്പെടെ നൽകുന്ന ആളുകളാണ്. അങ്ങനെ ചിരപരിചിതരായ ആൾക്കാരെയാണ്, ഈ വർഷങ്ങളോളം പരിചയമുള്ള ആൾക്കാരെയാണ് പറ്റിച്ചത്. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ ഒരു കോൺഗ്രസിന്റെ നേതാവിനെ സംബന്ധിച്ചല്ല, പലരെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ. ഇപ്പൊ IC ബാലകൃഷ്ണനെ കുറിച്ചുള്ള പരാതി നിൽക്കുകയാണ്. ഒരാള് ജീവൻ നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ, വിജയന്റെ. അതുപോലെ ഒരുപാട് നേതാക്കന്മാരെ കുറിച്ച് തുടർച്ചയായി പരാതികളും പ്രശ്നങ്ങളും ഇവരെ സംബന്ധിച്ച് പൈസ തട്ടിപ്പും അതുപോലെ ബാങ്ക് തട്ടിപ്പും എല്ലാം നമുക്കറിയാം. ഇവിടെ തന്നെ എത്രയോ തട്ടിപ്പ് കേസുകളുണ്ട്. അപ്പോ ഈ തട്ടിപ്പ് കേസുകളിലുള്ള ഓരോരുത്തരെയും, തിരുവനന്തപുരത്ത് ഒരു പ്രവാസിയുടെ 4-5 കോടി രൂപ അവിടുത്തെ ഒരു നേതാവ് തട്ടിയെടുത്തതിന്റെ വാർത്ത നമ്മുടെ കൺമുമ്പിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള തട്ടിപ്പുകാരെ എല്ലാം സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ആവർത്തിച്ച് വ്യക്തമാകുകയാണ് ഈ സംഭവത്തിലൂടെ തെളിയുന്നത്. താങ്കൾ പറഞ്ഞതാണ് ഏറ്റവും രസകരമായ വസ്തുത. ആരോടാണ് പരാതി കൊടുക്കേണ്ടത്? ഇവിടുത്തെ ഒരുപക്ഷെ ഈ കേസിന് കേരളത്തിലേക്ക് കൊണ്ട് പരിഗണിക്കാനുള്ള, പോലീസിന് പരിഗണിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ കോൺഗ്രസിൻ്റെ ഏത് നേതാവിനെതിരെയാണ് പറഞ്ഞ കണക്ക് KC വേണുഗോപാലിന്, കൊടിക്കുന്നിൽ സുരേഷിനെതിരെ ഹരിയാനയിലെ നേതാവ് കൊടുത്തിരിക്കുന്ന പരാതി? അവരുടെ ഏത് നേതാവാണ് ഇത്തരത്തിൽ അഴിമതി ഇല്ലാത്തത്? കെ സുധാകരൻ്റെ കേസടക്കം നമ്മുടെ മുന്നിലുണ്ട്. VD സതീശനെതിരെയുള്ള പുനർജനി തട്ടിപ്പുണ്ട്. കെ സുധാകരൻ്റെ മോൺസൺ മാവുങ്കൽ, അങ്ങനെ കെ ബാബുവിനെതിരെ അടക്കമുള്ള കേസ്. ആർക്കാണ് ഇവർ പരാതി നൽകുക? ഒരു അങ്കലാപ്പ് ഒരുപക്ഷെ ഈ പാവങ്ങൾക്കുണ്ടായിരിക്കും.
ഒരു തട്ടിപ്പ് സംഘമായി കോൺഗ്രസ് മാറുകയാണ്. എന്നിട്ട് വലിയ ഗീർവാണ പ്രസംഗങ്ങളും സത്യസന്ധതാ പ്രസംഗങ്ങളും ഒക്കെ കേൾക്കുമ്പം ആളുകൾ ഇവരെ കുറിച്ച് പിന്നെ വയനാട് നടത്തിയ തട്ടിപ്പിന്റെ കഥകൾ ഇപ്പൊ നല്ല നാട്ടിലെ പാട്ടാണല്ലോ. ഒരു യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന പിരിച്ച പൈസയെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് ആവിയായി പോയിരിക്കുകയാണ്. അവർക്ക് ഒരുപാട് ചെലവുണ്ട്, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഒരു കേസ് ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റ് അകപ്പെട്ടിരിക്കുന്ന കേസിൽ നിന്ന് ഊരി എടുക്കണമെങ്കിൽ തന്നെ എത്ര കോടി രൂപ വക്കീലന്മാർക്ക് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ആ കേസിന് ആസ്പദമായ സംഭവത്തിന് ബാംഗ്ലൂരും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ പോയി നക്ഷത്ര ഹോട്ടലുകളൊക്കെ എടുത്ത് താമസിപ്പിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും ജീവിതവും ജീവനും ഒക്കെ കലക്കുന്നതിന് എന്തുമാത്രം ചെലവ് വരും. അപ്പൊ ആ പൈസയുടെ ചെലവ് ആര് വഹിക്കും? അപ്പൊ നാട്ടുകാരുടെ ചെലവിൽ ഇതെല്ലാം നടത്തുകയാണ് അവര് പിരിച്ച പൈസ കൊണ്ട്. അവർ വീട് വെക്കാത്തതിനെ കുറിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരുവിധ ആശങ്കയില്ല, മറുപടിയില്ല. ഇത്തരത്തിലൊരു സംഘടന നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ജനങ്ങളുടെ മുമ്പാകെ പൂർണ്ണമായും നഗ്നമായി തൊലി ഉരിഞ്ഞിങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് നമ്മുടെ ഇവിടുത്തെ മറ്റു മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ വാസ്തവത്തിൽ ഇവരെ തൊലി ഉരിച്ച് കാണിച്ചിട്ടും പ്രതികരിക്കുന്നില്ല എന്നതാണ് ദുഃഖകരമായ ഒരു അവസ്ഥ. അല്ല ശ്രീ ആരിഫ്, ഒരു കാര്യം കൂടി എടുത്ത് പറഞ്ഞുകൊണ്ട് പോകണം. കഴിഞ്ഞ ആ ആലപ്പുഴയിൽ ഓമനക്കുട്ടൻ്റെ കേസ് 70 രൂപ ഓട്ടോയ്ക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ച 70 രൂപ, ആ 70 രൂപയുടെ അതിനു വേണ്ടി 70ഓളം ദിവസങ്ങൾ ചർച്ച ചെയ്ത, CPM-നെതിരെ വ്യാജ കഥകൾ തീർത്ത, എല്ലാ പത്രങ്ങളിലെ നിരവധി പേജുകൾ നിരത്തിയ, ദൃശ്യമാധ്യമങ്ങളിൽ മണിക്കൂറുകൾ ചെലവഴിച്ച മാധ്യമങ്ങൾ, അവർ ഈ കാര്യങ്ങളൊന്നും കാണുന്നില്ല എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അല്ല, അവർക്ക് ഇതൊന്നും കാണാനുള്ള ഇതില്ല. അവരിപ്പോ കനകോലുവിന്റെ നിയന്ത്രണത്തിലാണ് ആ മാധ്യമങ്ങളെല്ലാം. അപ്പൊ കനകോലു ഫീഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ കൊടുക്കാവൂ എന്നും ഇടതുപക്ഷത്തിനെതിരായി വരുന്ന വാർത്തകൾ മാത്രം പ്രസിദ്ധീകരിക്കുക, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വേണ്ടി എതിരായി കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുക, അല്ലാത്തത് തമസ്കരിക്കുക എന്നത് ഒരു കനകോലു സിദ്ധാന്തം നടപ്പാക്കുന്ന വെറും കനകോലു ഏജന്റുമാരായി നമ്മുടെ മുഖ്യധാര വാർത്താ മാധ്യമങ്ങൾ മാറുന്നു എന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു അവസ്ഥ. ശരി, വളരെ നന്ദി ശ്രീ എ ആരിഫ്. ഏതായാലും ഇപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നപ്പോൾ സ്വാഭാവികമായും ആ ഷാനിമോൾ ഉസ്മാൻ്റെ പ്രതികരണം കൂടി നമ്മൾ തേടേണ്ടതായിരുന്നു. മാധ്യമപ്രവർത്തനത്തിൻ്റെ ശരിയായ രീതി അതുതന്നെയാണ്. അതുകൊണ്ട് അവരെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഒരു പരിപാടിയിലാണ് ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ലെന്നാണ് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞത്. മറ്റ് കോൺഗ്രസ് നേതാക്കളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. അപ്പോൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണങ്ങളുമായി നിർഭൻ ചക്രവർത്തിയിലേക്ക് തന്നെ പോവുകയാണ്. നിർഭൻ, ഈ ഷഹനാസ് ഷാജഹാൻ എന്ന് പറയുന്നത് ഇവരുടെ മരുമകൻ. ഷഹനാസ് ഷാജഹാൻ എന്താണ്, ബിൽഡറാണോ? എന്താണ് ഈ ഷഹനാസ് ഷാജഹാൻ്റെ ഏർപ്പാട്? ഈ പ്രവാസി തന്നെ പരാതി പറഞ്ഞ പ്രവാസി സമൂഹം വാർത്താസമ്മേളനം നടത്തിയത് ഏകദേശം 25ഓളം പേരാണ് തിരുവനന്തപുരത്ത് വന്ന് ഈ വിവിധ സ്ഥലങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരടക്കം നീതി തേടി കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർ പരാതി നൽകി കഴിഞ്ഞു. നിയമപരമായി എന്ത് തരത്തിലുള്ള സഹായമാണ് സർക്കാർ ചെയ്യേണ്ടത്, സർക്കാരിന് ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിൽ അവർക്ക് ആശങ്കയുണ്ട്. കാരണം പ്ലേസ് ഓഫ് ഒക്കറൻസ് ഈ പറഞ്ഞ കുറ്റകൃത്യം നടന്നിട്ടുള്ളത് കർണാടകയിലാണ്. അവിടെ കർണാടക പോലീസിൻ്റെ സഹായം ലഭിക്കുന്നില്ല. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെയൊക്കെ തരത്തിലുള്ള പിന്തുണയോടുകൂടി ഗുണ്ടകളുടെ അറ്റാക്ക് ഈ പ്രവാസികൾക്ക് നേരെ ഉണ്ടാകുന്നു. ഒരാൾക്ക് പോലും ഈ പറഞ്ഞ ക്രൗൺ പ്ലാസ എന്ന് പറയുന്ന ഈ ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് പോകാനും കഴിയുന്നില്ല എന്നതാണ് വസ്തുത. അതോടൊപ്പം തന്നെ പറഞ്ഞ കാര്യം, ഇദ്ദേഹത്തിൻ്റെ ഈ ഷാനിമോൾ ഉസ്മാൻ്റെ മരുമകനെക്കുറിച്ച് ഈ ജോസഫ് ചാക്കോ തന്നെ പറയുന്നത് അയാളെ ഇവർക്ക് അറിയില്ല. കാരണം ഷാനിമോൾ ഉസ്മാനുമായിട്ടാണ് വർഷങ്ങളായി പരിചയമുണ്ടായിരുന്നത്. കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ നിന്നുള്ളതാണ്. പ്രത്യേകിച്ച് കർണാടകയിലെ ചുമതലയുമായി ബന്ധപ്പെട്ട് ഇവരുമായി പരിചയമുണ്ട്. ഈ പറയുന്ന ജോസഫ് ചാക്കോയ്ക്ക് പഴയൊരു കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും പശ്ചാത്തലം കേരളത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അവർ അപ്രോച്ച് ചെയ്ത് ഷാനിമോൾ ഉസ്മാനെയാണ്. കർണാടകയിൽ കോൺഗ്രസിൻ്റെ സ്വാധീനം കൂടി അവർ മനസ്സിലാക്കിയിട്ടായിരിക്കും ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന സ്വാഭാവികമായി പ്രവാസികൾ ബന്ധപ്പെടുക. അതൊരു ബിസിനസ് താല്പര്യമാണ്. അത് അവർ തുറന്നു തന്നെ പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ബന്ധപ്പെടുന്നത്. അപ്പോൾ ആദ്യമായി ഈ ഷാനിമോൾ ഉസ്മാൻ തന്നെ ആലപ്പുഴ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. ഭർത്താവ് ഒപ്പം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് സംസാരിക്കുമ്പോൾ മരുമകന് മറ്റ് ജോലികളൊന്നുമില്ല, നിങ്ങളുടെ സംരംഭത്തിൽ കൂടെ ഉൾപ്പെടുത്തണം, അങ്ങനെ ഈ പറയുന്ന 20 ഈ അപ്പാർട്ട്മെൻറ്റുകൾ വാടകയ്ക്ക് തരണം, അങ്ങനെയാണ് വാടകയ്ക്ക് വേണ്ടി 11 മാസത്തെ വാടക ചീട്ട് എഴുതി അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കി കൊടുക്കുന്നത്. അതിനുശേഷമാണ് പതിയെ കർണാടകയിലെ രാഷ്ട്രീയ അധികാരം കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇവരെ പതിയെ ഓരോ പ്രവാസികളെയും പുറത്താക്കാനുള്ള ശ്രമം നടത്തുന്നത്. ആ സ്ഥലം കെട്ടിടത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും അവസാനം അവർ വിഴുങ്ങുന്നു. അവസാനം ഇവർ പോലീസിനെ സമീപിക്കുമ്പോൾ പോലീസ് വന്ന് ഇവർക്കെതിരെ നിൽക്കുന്നു. ഗുണ്ടകൾ വന്ന് ഇവരെ പ്രവാസികളെ ഓരോരുത്തരെയും ഫ്ലാറ്റിൽ നിന്ന് ഇറക്കി വിടുന്നു. അങ്ങനെ പേടിയുണ്ട്. അവർ തന്നെ പറഞ്ഞത് ഇനി അങ്ങോട്ട് പോകാനുള്ള ഭയമുണ്ട്. കാരണം പലതരത്തിൽ ഗുണ്ടകൾ അറ്റാക്ക് ചെയ്യുന്നതാണോ പോലീസ് അറ്റാക്ക് ചെയ്യുന്നതാണോ അവിടെ
വെച്ച് കാണുവാനില്ലാതാവുകയോ മറ്റാരെങ്കിലും തട്ടിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്താൽ ഇനി ജീവൻ തന്നെ നഷ്ടമാകും. അതുകൊണ്ട് രക്ഷ തേടി അവർ കേരളത്തിലേക്ക് വരികയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിജു. കാരണം ഇവിടെ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ വഴിയുണ്ടോ എന്നതാണ്. നമ്മൾ തന്നെ ചോദിച്ചു ഇത്രയും ദിവസം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പല മാധ്യമപ്രവർത്തകരോ വാർത്താ സമ്മേളനത്തിലുണ്ടായിരുന്നു. അവരൊക്കെ ഇതിൽ രാഷ്ട്രീയലാക്കുണ്ടോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഇതിൽ നമ്മളെല്ലാം പണം നഷ്ടപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗവും ഉപയോഗിച്ച് പ്രവാസിയായി ജീവിച്ചുണ്ടാക്കിയ പണമാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഒരു തരത്തിലുള്ള രാഷ്ട്രീയമില്ല. ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത പലരും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിശ്വസിക്കുന്നവരും ഒരു രാഷ്ട്രീയവും ഇല്ലാത്തവരാണ്. തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോഴുള്ള ഒരു പരാതിയാണോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിരവധി നിയമ പോരാട്ടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടവർ നടത്തിയിട്ടുണ്ട്. കർണാടകത്തിൽ നിന്ന് ഇനി ഒരു രക്ഷയുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ കേരളത്തിലേക്ക് വന്ന് മാധ്യമങ്ങളെ അടക്കം കണ്ടത് സംസ്ഥാന സർക്കാരിന് പരാതി കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്നത്. വളരെ നീണ്ട നാളത്തെ ഒരു പോരാട്ടം ഇതുമായി ബന്ധപ്പെട്ടവർ നടത്തിയിട്ടുണ്ട്. തീർച്ചയായും. കാരണം നമ്മൾ സാധാരണ ഒരു വാർത്താ സമ്മേളനത്തിൽ കരുതി വന്നവരല്ല അവർ സാധാരണ ഞാൻ എൻ്റെ കൈവശത്തിലുള്ള രേഖകൾ നമുക്ക് ഈ വിഷ്വൽ മീഡിയയിൽ കാണിക്കുന്നതിനൊരു പരിമിതി ഉണ്ടല്ലോ. കാരണം എല്ലാ രേഖകളും അവർ സാധാരണ ഈ പാർട്ണർഷിപ്പ് ഈ എഗ്രിമെൻ്റ് എഴുതുന്നത്, അവർ ഈ ഫ്ലാറ്റ് സമുച്ചയം വാങ്ങുന്നത്, അതുമായി ബന്ധപ്പെട്ട് പ്രവാസികൾക്കുള്ള പങ്ക്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അവർ എത്ര പ്രവാസികളാണ് അവിടെ ആകെ ഫ്ലാറ്റുകൾ എടുത്തിട്ടുള്ളത്. ഈ ബിസിനസ് നടത്തുന്ന ജോസഫ് ചാക്കോ തന്നെ അദ്ദേഹത്തിന് നേരത്തെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ബിസിനസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ വിവിധ ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആദ്യം കർണാടകയിൽ തന്നെ ഇത്തരൊരു പദ്ധതി തന്നെ ആരംഭിക്കുന്നത് അദ്ദേഹമാണ്. അതിൻ്റെ രണ്ടാമത്തെ സംരംഭമായാണ് ഇത് തുടങ്ങുന്നത്. അദ്ദേഹം ഇങ്ങനെയാണ് ഷാനിമോൾ ഉസ്മാനുമായി ബന്ധപ്പെടുന്നത് എന്ന് തന്നെ രാഷ്ട്രീയ ബന്ധം കൊണ്ട് തന്നെയാണ്. കാരണം രാഷ്ട്രീയ സ്വാധീനം ഷാനിമോൾ ഉസ്മാൻ ഉണ്ട് എന്ന് പലതരത്തിൽ ബോധ്യപ്പെടുത്തുന്നു. പല കോൺഗ്രസ് നേതാക്കളുടെ അടുത്തും ഈ ജോസഫ് ചാക്കയെ ഈ ഷാനിമോൾ ഉസ്മാൻ കൊണ്ടുപോയിട്ടുണ്ട്. അവരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അവരോടെല്ലാം ബന്ധം നിർബന്ധ കയ്യിലിരിക്കുന്ന രേഖകൾ, അത് അവർ നൽകിയ പരാതികൾ, അതോടൊപ്പം തന്നെ ഈ കരാറുകൾ, അതുമായി അങ്ങനെയുള്ള രേഖകളാണ് ഒപ്പം നിലവിൽ കയ്യിലുള്ളത്. തീർച്ചയായും അതിൻ്റെ ഈ കരാറുകളിലാണ്. ഒപ്പം തന്നെ എല്ലാ നേതാക്കൾക്കും അവർ വെറുതെ പറയുന്നില്ല, കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക രംഗത്തുള്ള എല്ലാ നേതാക്കൾക്കും അവർ പരാതി നൽകിയിട്ടുണ്ട്. ഇതൊരു ആദ്യ സംഭവമല്ല. അവർ പരാതി നൽകിയിട്ടുണ്ട്. അവർ കർണാടകയിൽ തന്നെ ഇത് സംബന്ധിച്ച് അവർ നടത്തേണ്ട പരിശ്രമം മുഴുവൻ നടത്തി. ഒരു കാര്യം, ഒരാളുടെ 80 ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റുകളുടെ ഉത്തരവാദിത്തം മാത്രമാണ് ജോസഫ് ചാക്കയ്ക്കുള്ളത്. ബാക്കിയുള്ളതെല്ലാം സാധാരണ പ്രവാസികളാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം മുഴുവൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്തതാണ്. അത് ജോസഫ് ചാക്കോയെ വിശ്വസിച്ചാണ് അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അതിനുശേഷം ഷാനിമോൾ ഉസ്മാൻ്റെ ഈ സംരംഭം അവിടെ വരികയും മരുഭവൻ അവിടെ ബന്ധപ്പെടുത്തുകയും ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റ് വന്ന ശേഷം മറ്റുള്ളവർക്കും അവരുടെ ഫ്ലാറ്റുകൾ നഷ്ടമായി പോയി. കാരണം അവിടെ 100 കോടി രൂപയുടെ ആസ്തിയുള്ള സ്ഥലവും ഭൂമിയും ഒപ്പം തന്നെ ഫ്ലാറ്റുകളുമാണെന്ന് നോക്കണം. ഇപ്പോഴും ഈ പറയുന്ന 20 അപ്പാർട്ട്മെൻറ്റുകളിലും ഭംഗിയായി അവർ ബിസിനസ് നടത്തുന്നു. ആ ബിസിനസ്സിൻ്റെ ഭാഗമായി ഡെയിലി അവിടെ താമസക്കാരടക്കമുണ്ട്. പലതരത്തിലുള്ള ടൂറിസം ബിസിനസ് അടക്കം ഈ മരുമകൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. ബാക്കിയുള്ള മുഴുവൻ സ്ഥലങ്ങളും അവർ ഉപയോഗിച്ച് വിവിധ ബിസിനസ്സുകൾ നടത്തുന്നു. അതിൻ്റെ വരുമാനവും റെൻറ്റും ഒക്കെ അവർ എടുക്കുന്നു. അപ്പോൾ ഈ പ്രവാസിനെ പറയുന്നത് തങ്ങൾക്ക് ഒരു പൈസയും വേണ്ട, ഇനി ഒരു തരത്തിലുള്ള പൈസയോ അതിൻ്റെ വാടകയോ ഒന്നും തരണ്ട, തങ്ങൾക്ക് അവകാശപ്പെട്ട നിയമപരമായിട്ടുള്ള ആ വസ്തുവകകൾ തിരിച്ചു കിട്ടിയാൽ മതിയെന്നാണ്. ഒപ്പം തന്നെ അവർ നിയമപരമായ നടപടികൾ അവർ ഭയക്കുന്നുണ്ട്. കാരണം സ്ഥലം കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്, കർണാടകയാണ്, പോലീസ് അവരുടെ കൈവശമാണ്, രാഷ്ട്രീയ അധികാരം അവരുടെ കൈവശമാണ്. ഇനി നിയമപരമായി കോടതിയിൽ പോയാൽ തന്നെ സിവിൽ കേസായി പോകും. അതിൻ്റെ എഗ്രിമെൻ്റ് ആരാണ് ഇതിൻ്റെ യഥാർത്ഥ ഉടമ എന്ന തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത്രയും കാലം ഈ കൈവശം വെച്ച് ഉപയോഗിക്കുന്നത് ഷാനിമോൾ ഉസ്മാനും മരുമകനുമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കാർക്ക് കയറിപ്പറ്റാനും കഴിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കൂടി തങ്ങളെ പരിഗണിക്കണമെന്ന അപേക്ഷയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ നേരത്തെ ആരിഫ് ചൂണ്ടിക്കാട്ടിയതുപോലെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എങ്ങനെ പരിഗണിക്കുമെന്നുള്ള വിഷയമാണ്. കഴിഞ്ഞ ആഴ്ച തന്നെയാണ് ഹരിയാനയിലെ സീറ്റ് തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാവിൻ്റെ ഭർത്താവ് വന്ന് വാർത്താസമ്മേളനം നടത്തി. കെ.സി. വേണുഗോപാലും കൊടിക്കുന്നിന് ശേഷം പണം തട്ടിയ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തത്. ഏതായാലും ഷാനിമോൾ ഉസ്മാനെതിരെ ഉയരുന്നത് വലിയ പരാതിയാണ്, ഗുരുതരമായ പരാതിയാണ്. പ്രവാസികളെ അടക്കം 100 കോടിയുടെ അടക്കം തട്ടിപ്പ് നടത്തിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്.